SDRF സംഘങ്ങൾ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ ആ ഒരു ഭാഗം മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ്. അത് വലിച്ചു കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. അതേസമയം തന്നെ നാളെ കാലിലെ പിന്നെ ഞാൻ 10 നാളെങ്കിൽ ആ 3 നാളിലെ ബോഡി തെരച്ചിട്ട് ഞാൻ മേലെ പോകും. ഇപ്പൊ ഇത്ര കിട്ടി, ഇനി എത്ര കാണില്ല. അല്ല കൺഫേം അല്ല ഇത്. നാളെ ഉണ്ട്. നാളെ എത്ര വരെ നമുക്ക് പറയാം. അപ്പുറത്തനക്ക് ഞങ്ങൾ ഇവിടെ ചെയ്യും കണ്ടിപ്പായി. അത് നാളെ ഇപ്പൊ എനിക്ക് ഇൻഡിപെൻഡൻസ് ഇത് കൊടുക്കുന്നത് സുജിയ, തീർച്ചയായിട്ടും മാൽപ്പെ അടുത്ത ദിവസങ്ങളിലും ഇവിടെ ഉണ്ടാവും. കാരണം ഈ ദൗത്യം തീരുന്നവരെ മാൽപ്പെ ഒപ്പമുണ്ടാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി കൂടി വേണം എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ അടിത്തട്ടിലുണ്ട്. അത് കൂടുതൽ തെരച്ചിൽ നടത്തിയാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ. ഏതായാലും നാളെ വീണ്ടും ഇത്തരത്തിലൊരു പരിശോധനയും തെരച്ചിലും ഞാൻ ഇവിടെ തന്നെ എത്തുമെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. കൂടുതൽ ആളുകളെ വേണമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ പറയാനില്ല. അത് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അക്കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ഏതായാലും മാൽപ്പെ പറയുകയും ചെയ്യുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരിക്കാൻ മാൽപ്പെ തയ്യാറാവുന്നില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ഇടപെടുന്നതിനും പ്രതികരണം നൽകുന്നതിനൊക്കെ ചില തടസ്സങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. SP സാർ ML നമുക്കിപ്പോൾ കണ്ട്, നിങ്ങൾ കണ്ടല്ലോ, എല്ലാ വീക്ഷകർ കണ്ടത് 2 വണ്ടി എടുത്തിട്ട് അവരിപ്പോൾ എന്നെ അപ്പം അറിയും. ഇപ്പം അത് ഏത് വണ്ടി അറിയത്തില്ല. ഇപ്പം 2 വണ്ടിന്റെ ಇದು കിട്ടി, ಟೈರ್ കിട്ടി. 2 ಗಾಡಿದು ನಮಗೆ ಒಂದು ಟೈರ್ ಒಂದು ಶೇಪ್ ಸಿಕ್ಕಿದಣ್ಣ. ಈಗ SP ಸರ್ ಮತ್ತೆ MLA ಸರ್ ಹೇಳ್ತಾರೆ ಮೇಲೆ ಬಂದೇನಂತ. ಗೊತ್ತಿಲ್ಲ ಸರ್, ನಾನು ಏನೋ ಅದ್ರ ಬಗ್ಗೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಗಾಡಿ ಅಡಿಯಲ್ಲಿ ಸಿಕ್ಕಿದ್ದು ನಾನು ಮಾಡಿದ್ದೀನಿ. ನಾನು ಒಂದು 50 ಮೀಟರ್. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്ത് ഒത്തിരി വണ്ടിയുണ്ട് കണ്ടിട്ട്. പിന്നെ ആൾക്കാരുണ്ട്, നമ്മൾ അർജുന് പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് അവരുടെ ബോഡി തിരക്കുന്ന തിരച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തിൽ ബോഡി ഇത് വണ്ടി കിട്ടി. ഒത്തിരി ക്ലിയർ ഉണ്ട്. തടസ്സമുണ്ടോ? ഒരു പാറ പിന്നെ മണ്ണെല്ലാം ഒത്തിരി ഉണ്ട് അവിടെ, ബുദ്ധിമുട്ടാതെ. പിന്നെ മരമുണ്ട്. കാണുവാണ്, കണ്ടിപ്പാ കാണും. 10 ನಾಳೆಗೆಲ್ಲ 10 ದಿವಸ ನಾನು ಖಂಡಿತವಾಗಿ ನೋಡ್ತೀನಿ. ಯಾಕೆಂದರೆ ಜಗನ್ನಾಥಣ್ಣ ಮತ್ತು ಅರ್ಜುನ್ ಮತ್ತು ಲೋಕೇಶ್ ಅವ್ರದ್ದೊಂದು ಖಂಡಿತವಾಗಿ ಹುಡುಕ್ಲಿಕ್ಕೆ ಬೆಳಿಗ್ಗೆಯಿಂದ ಬಂದಿದ್ದೀನಿ. ದಯವಿಟ್ಟು ಕ್ಷಮಿಸಿ. ಈಗ SP ಸರ್ ಮತ್ತು MLA ಸರ್ ಖಂಡಿತವಾಗಿ ನಿಮಗೆ ಎಲ್ಲ ವಿವರ ಹೇಳ್ತಾರೆ. MLAയുമായും അതോടൊപ്പം തന്നെ SP-യുമായും ഒക്കെ സംസാരിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന തെരച്ചിൽ താൻ എന്തായാലും ഉണ്ടായാലും രാവിലെ മുതൽ തന്നെ താൻ ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ ഭാഗങ്ങൾ, വാഹന ഭാഗങ്ങൾ തെരച്ചിൽ കണ്ടെത്താനുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും നാളെ മുതൽ നടത്തുക. ഈ ഉദ്യമം, അതായത് ദൗത്യം എത്ര കാലം നീളുന്നോ അത്രയും കാലം ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. ഏതായാലും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരുന്നതെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കാര്യങ്ങൾ കൂടുതൽ മാധ്യമങ്ങളുമായി ഇടപെട്ട് സംസാരിക്കരുത് എന്നുള്ള ആവശ്യം ഈ ഭരണകൂടത്തിൻ്റെയൊക്കെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇത്രയും വലിയൊരു പ്രശ്നമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കണം അത്തരത്തിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളാണ്. കാരണം കൂടുതൽ സംസാരിക്കുന്നതിനുള്ള വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ പോലീസ് തള്ളിക്കൊണ്ടുപോകുന്ന ഒരു നീക്കങ്ങൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കന്നഡ മാധ്യമങ്ങൾക്ക് വീണ്ടും പ്രതികരണം നൽകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക് പോകാൻ തോന്നും. ഇതെല്ലാം അദ്ദേഹം കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഇതെല്ലാം അദ്ദേഹം പോവുകയാണ്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ വീണ്ടും തെരച്ചിൽ തുടരും. രാവിലെ 8 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഇവിടെ എത്തുമെന്ന കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആവശ്യങ്ങൾ, അതായത് കൂടുതൽ സ്കൂബ ഡൈവേഴ്സിനെയൊക്കെ വേണമെന്നുള്ള ചോദിച്ചത്, അത് ഈ കാര്യങ്ങളൊക്കെ SP-യുമായി സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കാമെന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്നിപ്പോൾ 2 വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 2 വാഹനങ്ങളും അർജുൻ്റേതല്ലാന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇതിവിടെ അപകടത്തിൽ പെട്ടിരുന്ന ടാങ്കറുമായി ബന്ധപ്പെട്ട് എന്താന്നുള്ളത് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി കൂടുതൽ. ഇത് ലോറിയാണിത്. ടാങ്കർ അത് ഒക്കെ സെയിമാ. അതെ ഇതിപ്പോൾ ഈ സ്പെയർ പാർട്സ് ടാറ്റൻ്റെതാണ്. ഇനി അത് അശോക് ലൈലാൻഡ് ഉപയോഗിക്കലുണ്ടോ അങ്ങനെ എന്നുള്ള എനിക്കറിയില്ല.
ഇതൊന്ന് മറിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടാങ്കറിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട്. അതെ ക്യാബിന് ടാങ്കറിൻ്റെ ഇത് മറിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് മറിച്ച് തന്നെ നോക്കേണ്ടി വരും, ഇത് മനസ്സിലാവണമെങ്കിൽ ടാങ്കറിൻ്റെ ആവാൻ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു ഇതിൽ ഇത്രമാത്രം ചിന്നിച്ചിതറണമെങ്കിൽ ഇത് എന്താ സംഭവിച്ചതെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം തിരിച്ച് പറ്റും. ഉൾട്ടാ മാടലിക്ക് അതിനകത്ത് സാർ SDRF സാർ അവിടെ പരിശോധനകൾ നടക്കുന്ന ഇടത്തു നിന്നാണ് മനാഫിന്റെ പ്രതികരണം നമ്മൾ കണ്ടത്. ഇത് അർജുന്റെ ട്രക്കല്ല, മറ്റൊരു വാഹനത്തിൻ്റെതാണ്. ആ ഒരു വാഹനം തേടി ആരും അവിടെ വന്നിട്ടുമില്ല. സതീഷ് സെയിൽ MLA അടക്കമുള്ളവർ AK അഷ്റഫിനെയും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരൊക്കെ ആ ഡ്രഡ്ജറിൽ തന്നെ തുടരുകയാണ്. ഇനിയിപ്പോൾ മാൽപ്പേ കരയ്ക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. ദീപക് മലയമ്മ, ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 25 മിനിറ്റാണ് ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിന്. വീണ്ടും തിരയുന്നുണ്ടോ അതേ ഇടത്ത്? ഇല്ല, ഇപ്പോൾ ഡ്രഡ്ജർ അവിടെ നിന്നും ഏറെക്കുറെ നീക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ആ ഒരു മേഖലയിൽ നിന്ന് അല്പം കൂടി മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ മൽപ്പേ കയറി കഴിഞ്ഞ സ്ഥിതിക്ക് അത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഹുക്ക് ചെയ്യുന്ന നടപടിയിലേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും നാളെ 8 മണി മുതൽ എന്നുള്ള നിലയിലേക്ക് തിരച്ചിലിൻ്റെ കാര്യങ്ങൾ പോകും. ഇനിയിപ്പോൾ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും ട്രക്കിൻ്റെ ഒരു ടാങ്കറിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഉൾപ്പെടെ കിട്ടിയ ഈ മേഖലയിൽ വീണ്ടും ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഒരു മണ്ണ് നീക്കത്തിനുള്ള ശ്രമം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അത്തരം ശ്രമങ്ങളും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവിടുന്ന് കാണുന്ന മാത്രയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ വാഹനത്തിൻ്റെ അല്പം മുൻപ് പൊക്കിയെടുത്ത വാഹനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതൊരു ടാറ്റയുടെ വെഹിക്കിളാണ് എന്നുള്ളതാണ്, ടാറ്റ മെയ്ഡാണ് എന്നുള്ള നിലയിലാണ് പ്രതികരണങ്ങൾ ഇപ്പോൾ മനാഫ് നടത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ കഴിയുന്നില്ല. ഇത് മറിച്ചിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ സ്റ്റിയറിംഗ് വീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സൂചകങ്ങൾ ഉണ്ടായേനെ എന്ന് പറയുന്നുണ്ട്. അതിലും വ്യക്തതയില്ല. പക്ഷേ ഒരു കാര്യം കൃത്യമാണ്, ഇതൊരു ടാങ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ക്യാബിനും അതിൻ്റെ പ്ലാറ്റ്ഫോമും എന്നുള്ള നിലയിൽ, അതിൻ്റെ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ തന്നെയാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. മറ്റ് സൂചനകളൊന്നും തന്നെ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ നേരത്തെ മനാഫ് ചോദിച്ചതുപോലെ ഇതെങ്ങനെ ഇത്രത്തോളം തകർന്നു പോയി എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. മണ്ണ് ഒലിച്ചു വന്ന ആ വാഹനം അതേ രീതിയിൽ താഴേക്ക് പതിച്ചതാണ് എങ്കിൽ അത് സ്വാഭാവികമായും എവിടെയെങ്കിലും പൂർണ്ണ തോതിൽ അടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കായിരിക്കാം ഈ തെരച്ചിൽ അവിടെ വീണ്ടും തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് എത്താം. ഇപ്പോൾ കിട്ടിയ ലോഹഭാഗങ്ങൾ അല്ലെങ്കിൽ വാഹന ഭാഗങ്ങൾ അതൊന്നും അർജുന്റെ ട്രക്കിൻ്റെതല്ല. അതിനായി ഇനിയും തെരച്ചിൽ നടത്തേണ്ടിയിരിക്കുന്നു. ഡ്രഡ്ജിംഗ് വെസൽ അവിടെ തുടരുകയാണ്.